പാഠം 1028 പ്രണയദിനത്തിലെ പുകിലുകൾ. ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങായിരുന്നു. നീ ചായ ഇപ്പൊ കൊണ്ടുവരും എന്ന് കരുതി ഞാൻ കുറെ നേരം അവിടെ നോക്കിയിരുന്നു. നിന്നെ വിളിച്ചാ നീ പറയും നിനക്ക് ഈ അടുക്കളയ്ക്കകത്ത് 1000 തിരക്കുണ്ടെന്ന്. ഇത് സ്ഥിരമായി കേട്ട് മടുത്തത് കൊണ്ട് ചായ ഇങ്ങോട്ട് വന്നെടുക്കാമെന്ന് കരുതി. അത് വളരെ എന്തായാലും മോഹനേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇനി എന്തോ അങ്ങ് നടത്താലോ. എന്റെ ജോലി അത്രയും കുറഞ്ഞു കിട്ടും. ഈ ഒരു ഗ്ലാസ് ചായ എടുത്ത് വരാന്ത വരെ കൊണ്ടുവരുന്നതാണോ നിന്റെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ഭാമേ? അതിലൊരു കഷ്ടപ്പാടുമില്ലെങ്കിൽ മോഹനേട്ടൻ ഇവിടെ വന്ന് ഇതൊന്നും എടുത്തോണ്ട് വന്നാൽ എന്താ പ്രയാസം? മോഹനേട്ടാ, ഇന്ന് വൈകിട്ടേ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ വരുമ്പോ കുറച്ച് താമസിക്കുവേ. എന്ത് പരിപാടി? ഞങ്ങൾക്കൊരു റിക്രിയേഷൻ ക്ലബ് ഉണ്ട്. അവരുടെ വക വാലന്റൈൻസ് ഡേ ആഘോഷമാണ് ഇന്ന് വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെ. അതിനെന്താ? അതിനൊന്നുമില്ല. ഞാൻ ആ പരിപാടി കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, എന്താ? നീ എന്റെ ഭാര്യയാണ്. അതുകൊണ്ടെന്താ? ഇമാതിരി തരം താഴ്ന്ന ആഘോഷങ്ങൾക്ക് എന്റെ ഭാര്യ പോകുന്നത് എനിക്കിഷ്ടമല്ല. തലയ്ക്ക് വെളിവില്ലാത്ത ചില ആളുകൾ ഇതിനൊക്കെ വേണ്ടി സമയം കളയുന്നത്. നീ അനുഭവം പറ്റില്ല. പറയുന്നത് പ്രണയദിനാഘോഷം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് സമയങ്ങളിലാവുന്നത്? മനുഷ്യനുണ്ടായ കാലം മുതലേ പ്രണയമുള്ളതാണ്. അപ്പൊ പിന്നെ അതൊന്ന് ആഘോഷിക്കുന്ന എന്താണ് കുഴപ്പം? നിന്റെ കല്യാണം കഴിഞ്ഞതാണ്. അതുകൊണ്ടെന്താ? കല്യാണം കഴിഞ്ഞവർ പ്രണയദിനം ആഘോഷിക്കുന്നത് എവിടത്തെ നാട്ടുകിടപ്പാണ്? അതിലെ പ്രണയവും കല്യാണവും തമ്മിൽ എന്താണ് ബന്ധം? അത് രണ്ട് കാര്യങ്ങളല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമാണ്. പ്രണയിക്കുന്ന ചില ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ട് അത് രണ്ടും ഒന്നാവണമെന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ പ്രണയം പാടില്ല എന്ന് മോഹനേട്ടന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്? ശരി, അതാരാണ് നോക്ക്. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. കല്യാണം കഴിഞ്ഞിട്ടും പ്രേമിക്കാൻ നടക്കുന്നത് എവിടത്തെ മര്യാദയാണ്? അതിനോട് പറയാം. പക്ഷെ വിളിക്കുന്ന ആരാണ് നോക്കിയിട്ട് ഞാൻ മറുപടി പറയാം. ഹലോ, അതെ. സത്യമായിരുന്നു. ശബ്ദം കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇതെന്താ രാവിലെ? ഓഹോ, അത് ശരി, കൊള്ളാം. പറ, വേറെന്തുണ്ട് വിശേഷം? വൈകിട്ടത്തെ പരിപാടിക്ക് കാണുമല്ലോ അല്ലേ? ഓഹോ, ശരി. അഡ്വക്കേറ്റ് സത്യപാലനായിരുന്നു. വാലന്റൈൻസ് ഡേ ആശംസിക്കാനായിട്ട് വിളിച്ചതാ. സത്യപാലൻ നിനക്ക് ആശംസ പറയുന്നത് എന്തിനാ? എന്താണ് എനിക്കൊരു കുറവ്? വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് പ്രണയദിനമായിട്ടാണ്. സത്യപാലൻ എന്തിനാണ് പ്രണയദിനത്തിൽ നിന്നോട് ആശംസകൾ പറയുന്നത്? ഒരു സന്തോഷ അവസരത്തിൽ ആശംസ പറയാൻ വേറെ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? പ്രണയിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രണയദിനാശംസകൾ പറയും. അതെ, മോഹനേട്ടന് ഈ പ്രണയം എന്ന വാക്കിനുള്ള അർത്ഥം അറിയാത്തോണ്ടാണ് ഈ വെപ്രാളം. കാലം ഒരുപാട് മാറിപ്പോയില്ലേ സാറേ? ഈ പ്രണയം എന്ന് പറയുന്നത് എന്തോ മഹാപാപമാണെന്ന് കരുതിയിരുന്ന ആളുകളാണ് പണ്ട് കാലത്ത് അതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം പ്രണയിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റല്ലാന്ന് മനുഷ്യന്മാർക്കെല്ലാം മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെ ആഘോഷങ്ങളും ഉണ്ടാവും. സമയമുണ്ടെങ്കിൽ വൈകുന്നേരം ഞങ്ങളുടെ റിക്രിയേഷൻ ഹാളിലേക്ക് ഒന്ന് വാ. പ്രണയത്തെ പറ്റിയുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഏതാണെന്ന് അപ്പം മനസ്സിലാവും. പണിയൊന്നുമില്ലാത്ത കുറെ വാക്യോലന്മാര് വട്ടം കൂടിയിരുന്ന് കുറെ വൃത്തികേടുകൾ പറയുന്ന കേൾക്കാൻ എനിക്ക് നേരമില്ല. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. നശിപ്പിച്ചിറങ്ങൂ അഹങ്കാരികൾ. നമസ്കാരം സർ. നമസ്കാരം. എന്താ സുശീല? ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാണ്. ആളിവിടെ ഇല്ലേ? നമസ്കാരം വക്കീലെ. നമസ്കാരം. ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞു വിട്ടതാ.
ആഹാ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഭാസ്കരേട്ടൻ ടൗണിൽ വരുന്നുണ്ട്. ആഹാ. വക്കീലിനൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 3 മണിക്ക് മുന്നേ വരണം. അത് കഴിഞ്ഞ പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ട്. ഞാൻ പറയാൻ വക്കീലേ. പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങളുടെ വക ആഘോഷങ്ങളൊന്നുമില്ലേ? അല്ല വക്കീലെ, ഞാൻ രാവിലെ കണ്ടവരൊക്കെ ആ കാര്യം തന്നെയാണ് പറയുന്നത്. ആണല്ലേ? സുശീലിന് ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് എന്താണ് എന്നറിയാമോ? അത് പിന്നെ ഈ പ്രേമിക്കുന്ന ആളുകളുടെ ദിവസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രേ അറിയൂ. അത്രയും അറിഞ്ഞപ്പോ തന്നെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു വാലന്റൈൻ. അന്നത്തെ റോമൻ ചക്രവർത്തി പട്ടാളക്കാർക്കിടയിൽ വിവാഹം നിരോധിക്കുകയും പട്ടാളക്കാർ അവിവാഹിതരായി ജീവിക്കേണ്ടിയും വന്നപ്പോ ഫാദർ വാലന്റൈൻ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചക്രവർത്തിയെ ധിക്കരിച്ച് ധാരാളം പട്ടാളക്കാരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. ചക്രവർത്തി വാലന്റൈനെ പിടികൂടി മരണശിക്ഷ വിധിച്ചു. അങ്ങനെ സ്നേഹത്തിനു വേണ്ടി രക്തസാക്ഷിയായ ഫാദർ വാലന്റൈന്റെ ഓർമ്മയ്ക്കാണ് വാലന്റൈൻസ് ഡേ. ഇതൊന്നും അറിയാതെ പ്രേമിക്കാൻ നടക്കുന്ന ചില ഞരമ്പ് രോഗികൾ വെറുതെ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് നടക്കുക. കഷ്ടം. അത് ശരി, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോ ഭാസ്കരനോട് 3 മണിക്ക് മുന്നേ വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ശരി വക്കീലെ. ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ, ആരാണ്? ഞാൻ വിജയൻ, വക്കീലിന്റെ ഒരു കക്ഷിയാ. കൊടുക്ക. ഭാമേ, ഏതോ കക്ഷിയാ? ഹലോ വക്കീലെ, ഞാനാ വിജയൻ. എന്താ വിജയ രാവിലെ? കേസിന്റെ അവധി അടുത്ത മാസം 5-നാ. അറിയാം വക്കീലെ. ആഹാ, ഞാൻ വിളിച്ചതൊരു വാലന്റൈൻസ് ഡേ ആശംസ പറയാനാ. അത് കൊള്ളാലോ. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരി വക്കീലെ. ശരി. ഒരു ചെക്ക് കേസിലെ കക്ഷിയാ വിജയൻ. വാലന്റൈൻസ് ഡേ ആശംസ പറയാനായിട്ട് വിളിച്ചതാ. അപ്പോ ഈ നാട്ടിലെ സകല കള്ളന്മാരും കൊലപാതകളും നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അല്ല, കക്ഷി എന്തിനാ വക്കീലിനെ വിളിച്ച് പ്രണയദിനാശംസയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പ്രണയ ദിനത്തിന് അങ്ങനെ വലുപ്പ ചെറുപ്പങ്ങളൊന്നും ഇല്ല. ആർക്കും ആരോടും ആശംസകൾ പറയാം. അല്ലെങ്കിൽ തന്നെ പ്രണയം പോലൊരു കാര്യത്തിന് വലുപ്പ ചെറുപ്പങ്ങൾ പാടണ്ടോ മോനട്ടാ? ഇനി ആളുകൾ വിളിക്കും, ആശംസകൾ പറയും. അതെ, സാറിങ്ങനെ മസിൽ പിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രണയം അങ്ങേയറ്റം ലോലവും മൃദുലവുമാണ്. മസിൽ പിടിച്ചടക്കുന്ന മോഹനേട്ടനെ പോലുള്ളവർക്ക് അതൊന്നും മനസ്സിലാവില്ല. പ്രണയിനി, ഹലോ, സുശീലല്ലേ? അതെ, ആരാണ്? ഞാൻ കെ മോഹനേഷ് സാറാ. എന്താ സാറേ? എനിക്ക് സുശീലിനൊരു സഹായം വേണം. എന്താ സാറേ? ഇന്ന് ഭാസ്കരൻ ചേട്ടൻ വക്കീൽ ഓഫീസിൽ പോകുമ്പോ സുശീലൻ കൂടെ പോകുമോ? ഓ, മിക്കവാറും. അങ്ങനെയാണെങ്കിൽ സുശീലൻ ഒരു ഉപകാരം ചെയ്യണം. 3:30 ആകുമ്പോൾ വക്കീലന്മാരുടെ റിക്രിയേഷൻ ഹാളിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ചുള്ള ഒരു പരിപാടി. സുശീലൻ അവിടെ വരെ ഒന്ന് പോണം. എന്തിനാ സാറേ? ഭാമ അവിടെ സംസാരിക്കുന്നുണ്ടാവും. അവൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയണം. അല്ല, ഞാൻ പോയാൽ ഒരു കുഴപ്പമില്ല. പുറത്ത് ആരെങ്കിലും കണ്ടാലും അവരൊന്നും പറയില്ല. ഓ, പക്ഷേ ഭാമ പറയുന്ന ഓരോ വാക്കുകളും എന്തൊക്കെയാണ് എന്ന് എനിക്കറിയണം. സുശീലിന്റെ പോക്കുടനാരി ഈ ആഴ്ചയാണ് തീരുമാനം. അറിയാം സാർ. അല്ല, ഞാൻ പോവാ സാർ.
ഞാൻ പറഞ്ഞു വിട്ടതാണ് സുശീലിനെ എന്ന് ഭാമയ്ക്ക് സംശയം പോലും തോന്നരുത്. ഇല്ല സർ. ശരി. പ്രണയദിനാശംസകൾ ഇനി ഈ വീട്ടിലേക്ക് വരണ്ട. അവിടെ നിന്റെ പ്രണയദിനം ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ആ മോഹനേട്ടാ, ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് മോഹനേട്ടൻ ആരും വിളിക്കാത്തെന്താ? ആരെങ്കിലും ഒക്കെ മോഹനേട്ടനെ വിളിക്കുന്ന ഞാൻ കരുതി കേട്ടോ. ഇനി നിന്നെ വിളിച്ചാണെങ്കിൽ തന്നെ ഇമ്മാതിരി വൃത്തികേടുകൾക്കൊന്നും എന്നെ കിട്ടില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊരു പ്രയോഗമുണ്ട്. അത് മോഹനേട്ടൻ ഉദ്ദേശിച്ച. ഹലോ, ആ അതെ, ലാൻഡ് ഫോൺ വിളിച്ചായിരുന്നു. ഏയ് ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ രാജീവ? താങ്ക് യു, സെയിം ടു യു. ശരി, ഓ സന്തോഷം. വാലന്റൈൻസ് ഡേ ആശംസിക്കാനായിട്ട് വിളിച്ചതാ. ടൗണിൽ ബുക്ക് സ്റ്റാൾ നടത്തുന്ന രാജീവന് ലാൻഡ് ഫോൺ വിളിച്ചിട്ട് എന്തോ കിട്ടിയില്ല എന്ന്. ഹലോ, അതെ ഉത്തമനാണ്. ആ സദാശിവൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈടായിട്ട് ഒരു വിവരമില്ലല്ലോ. ഓ, നമ്മളെവിടെ പോയി? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ ഇപ്പൊ എന്തോന്ന് അത്യാവശ്യം? ആ അതെയോ? ആ അതുള്ളല്ലേ, അതിനെന്ത്? സദാശിവൻ ചേട്ടൻ എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഓ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓ ശരി ശരി ശരി, വൈകിട്ട് കാണാം. കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വെച്ച്. ഓ ശരി 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 ശരി. ആ മോനയുടെ സാറിന്റെ വരവ് കണ്ടിട്ടൊരു പന്തികേടുണ്ടല്ലോ. എന്തായിരിക്കും സംഭവം? സാറേ നമസ്കാരമുണ്ട് സാർ. എന്ത് സാറേ, നേരത്തെ താലൂക്ക് ഓഫീസിൽ പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇറങ്ങി പോകാനല്ലേ പറ്റൂ. വീട്ടിലെന്താ സാറേ പ്രശ്നം? ഇന്നത്തെ ദിവസം നടത്തുമെന്ന് അറിയാമോ? ഇന്നെന്താ? ഇന്ന് ഫെബ്രുവരി 14. ഇന്നത്തെ പ്രത്യേകത എന്താ? എന്ത് പ്രത്യേകത? തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ആളുകൾ പ്രണയത്തിന്റെ ദിവസമായി ആഘോഷിക്കുന്നത് ഇന്നാണ്. വാലന്റൈൻസ് ഡേ. ആ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇത് ഓർത്തിരിക്കേണ്ട കാര്യം എന്തോന്ന്? പ്രേമിക്കുന്നത് പോയിട്ട് സ്നേഹത്തോടുകൂടി ഒരു വർത്താനം പറയാൻ നമുക്കൊന്നും ആരും ഇല്ലല്ലോ. സാറേ, ഇപ്പൊ വന്ന് പ്രേമിക്കുന്നവർ മാത്രമല്ല, വഴി കാണുന്ന സകലരും വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ ആശംസിക്കുക. പറയുന്നതിന്റെയും ചെയ്യുന്നതിന്റെയും അർത്ഥം അറിയാത്ത കഴുതകൾ. എന്ത് പറ്റി സാറിന്? ആരെങ്കിലും ഈ ആശംസ പറഞ്ഞ? എന്നോട് പറഞ്ഞ വിവരം അറിയും. ഇതല്ല, രാവിലെ മുതൽ ഫോൺ വരുന്നു. അവരുടെ ഓരോ പരിചയക്കാര് എല്ലാവരും വാലന്റൈൻസ് ഡേ വിശേഷങ്ങൾ പറയാൻ വിളിക്കുന്നത്. അതോട് മര്യാദ. ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. സാറും വക്കീലും തമ്മിൽ ഇക്കാര്യം പറഞ്ഞ് തെറ്റി. അതോടെ സാറ് കുടയും ബാഗും എടുത്തോണ്ട് ഇറങ്ങി, അങ്ങനല്ലേ? പിന്നെന്താ ചെയ്യുക? ഹാൻഡ് ഫോൺ മാറ്റി വെച്ചപ്പോ ഒരു അവളുടെ മൊബൈൽ കയറി വിളിക്കുന്നു. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഓ എന്റെ സാറേ, ഇതാണ് സാറിന്റെ കുഴപ്പം. വക്കീലിന് ഇങ്ങനെ ഫോൺ വന്നതിന്റെ പേരില് സാർ ആഫീസിൽ ഇറങ്ങി പോകുന്നത് കൊണ്ട് എന്താണ് ഗുണം? വിളിക്കാനുള്ളവർ ഇനിയും വിളിക്കൂലേ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടത് അതേ നാണയത്തിലാണ്. ഏത് നാണയത്തിൽ? ഇപ്പൊ സാറിനെ വാലന്റൈൻസ് ഡേ ആശംസിക്കാനായി പെണ്ണുങ്ങൾ അങ്ങോട്ട് വിളിച്ചാലോ? എന്നെ? അത് വക്കീൽ അറിഞ്ഞാലോ? ഒരു കോള് 2 കോളൊന്നുമല്ല, തുരുതുരുതുരുതുരുത്തരാ കോളുകള്. വക്കീലിന്റെ ക്ഷമ കടണം. അതേ ഉള്ളൂ ഇതിനുള്ള പോകാൻ വഴി. എന്നെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിക്കുന്നു വിശ്വസിക്കുന്നില്ല. അത് ശരിയാണ് സാറേ. സാറിനെ പോലെ ഒരാളെ പ്രേമിക്കണമെങ്കിൽ ആ പെണ്ണിന് ചില്ലറ ധൈര്യം ഒന്നും പോരാ. എന്റെ സാറേ, ഇതിപ്പോ നമ്മൾ ഇറക്കുന്ന നമ്പരല്ലേ?
ഇതിൽ വക്കീൽ വീഴും. എങ്ങനെ? സാർ ഒന്നും പേടിക്കണ്ട, ഈ കാര്യം ഞാൻ ഏറ്റു. സാർ ധൈര്യമായിട്ട് ഓഫീസിലേക്ക് വെക്കോ, ഈ സംഭവം ഞാൻ ശരിയായിക്കോളാം. എങ്ങനെയാണെന്ന് പറയൂ. സാറേ, സാറിനൊരു കുഴപ്പവും ഉണ്ടാവാതെ ഞാൻ നോക്കിയാ പോരെ. ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ നമുക്ക് തകർക്കണം. ഇതോടെ വക്കീല് ഇമാതിരിയുള്ള ആഘോഷങ്ങൾ നിർത്തും. ഞാനല്ലേ പറയുന്നേ. ഹലോ, മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ. എന്റെ പേര് ശ്രീദേവി. ഞാൻ സാറിന്റെ ഒരു ആരാധികയാ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? ഞാൻ സാറിനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. മോഹനേട്ടൻ ഓഫീസിൽ പോയിരിക്കാണല്ലോ. അയ്യോ, വില്ലേജ് ഓഫീസിലെ നമ്പർ എന്റെ കയ്യിലില്ല. ഒന്ന് പറഞ്ഞുതരാവോ? ആരാധികയായിട്ടും നമ്പറില്ലേ? അതെന്തു പറ്റി? ഈ നമ്പറേ സാറ് തന്നിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, സാറ് വരുമ്പോ ശ്രീദേവി വിളിച്ചിരുന്നു പറഞ്ഞാ മതി. ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേയും കൂടി പറഞ്ഞേക്കണേ. ഓ, അപ്പൊ ശരി. ശ്രീദേവി അതാരാ? ഹലോ, മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ. ആര്? എന്റെ പേര് ആലീസ്. ഞാൻ ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരിക. സാറും ഞാനും മിക്കവാറും സംസാരിക്കാറുണ്ട്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. സാറിനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. സാർ വരുമ്പോ പറഞ്ഞേക്കണേ. എന്താ പേര് പറഞ്ഞത്? ആലീസ്. മോഹനയുടെ കൃത്യം 5:15 വരും. അപ്പൊ നേരിട്ടങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളാം, എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞേക്കണം. ഇന്നിങ്ങോട്ട് വരട്ടെ. ടൗണിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. സാറേ, ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. അപ്പൊ സാർ ഇറങ്ങിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറപ്പിച്ചു വരികയായിരുന്നു. 5 മണി വരെ ഞാൻ ഓഫീസിൽ ഉണ്ടാവും. അതിനു മുമ്പ് വരണമല്ലോ. ഞാൻ കരുതി സുശീലം പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവുന്നു. 3:30 പരിപാടി തുടങ്ങി. പക്ഷെ വക്കീല് സംസാരിച്ചത് 4:30 ആയപ്പോഴാ. വക്കീല് സംസാരിക്കുന്നത് കേൾക്കാതെ ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ. അതാ ഞാൻ താമസിച്ചത്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ വക്കീലന്മാർ. ഓരോരുത്തർ പറയുന്ന കേട്ടാ നമ്മുടെ തല കറങ്ങിപ്പോവും. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് തന്നെ പ്രണയമാണെന്നാണ് അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ പറഞ്ഞത്. പ്രണയമില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ എന്ന് ശങ്കരൻകുട്ടി വക്കീൽ. ആ അഡ്വക്കേറ്റ് ജാനകി പറയുന്നത് കേട്ടു ഞാൻ ഞെട്ടിപ്പോയി. അവർ ജീവിതത്തിൽ 10-ലധികം പേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ സാറേ, അവിടെ ഇരുന്ന ഒരാൾക്കും അത് കേട്ടിട്ട് ഒരത്ഭുതവും തോന്നിയില്ല. ഒരു സാധാരണ കാര്യം കേൾക്കുന്ന പോലെ കേട്ടിരുന്നു. സാറിന്റെ വക്കീൽ ഉൾപ്പെടെ. ഭാമ എന്തൊക്കെയാ പറഞ്ഞത്? അല്ല അല്ല അത് പിന്നെ എന്താ സുശീല കേട്ടില്ലേ? കേട്ടു. അത് ഞാൻ സാറിനോട് പറഞ്ഞ എന്താ കുഴപ്പം? അല്ല ശരിയാവൂ? സുശീലൻ പറയൂ. സത്യം പറയാലോ സാറേ, വക്കീല് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറിനോട് വന്ന് പറയാൻ എനിക്ക് പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാറൊന്ന് കേട്ടു നോക്കൂ. സാറ് കേട്ട് കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് മാറിയിക്കാം. ഇവിടെ ഞെക്കിയാൽ പ്രസംഗം കേൾക്കാം. കേട്ടോളൂ സാർ. എന്നെ നാണം കെടുത്തിട്ടുണ്ടാവും. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സഹപ്രവർത്തകർ പ്രണയം എന്ന ദിവ്യമായ അനുഭവത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുകയുണ്ടായി. എനിക്കും അതിൽ കൂടുതലൊന്നും പറയാനില്ല. മനുഷ്യനെ ഓരോ നിമിഷവും കൂടുതൽ ആവേശത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പ്രണയം.
പ്രണയമില്ലാതെ ഒരു നിമിഷം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യയാണെന്നുള്ള അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടിയുടെ വാദത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എനിക്കുമുണ്ട് ഒരു പ്രണയം. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, എന്റെ പ്രതിസന്ധികളിൽ എന്നെ കൈപിടിച്ച് നടത്തുന്ന എന്റെ പ്രണയം. കല്യാണം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ പ്രണയമുണ്ടാകാൻ പാടുണ്ടോ എന്ന് എന്റെ ഭർത്താവിനോട് ചോദിച്ചു. എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ തിരിച്ചും ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതല്ല. കല്യാണത്തിന് ശേഷം ഒരു തീവ്ര പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ പ്രണയിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ എന്റെ മോഹനേട്ടനെ പ്രണയിച്ചുകൊണ്ടിരിക്കുക. കണ്ണും പൂട്ടി പ്രണയിക്കുക. എനിക്കാവുന്നതുപോലെ എല്ലാം പ്രണയിച്ചുകൊണ്ടിരിക്കുക. മോഹനേട്ടനോടുള്ള അന്തം വിട്ട പ്രണയമാണ് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത്. എന്റെ മോഹനേട്ടനോടുള്ള എന്റെ പ്രണയത്തിന്റെ ആഴം ലോകത്തിലെ എല്ലാ പ്രണയബന്ധങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി. ഹലോ, അതെ. ആ, ശാലിനി. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഞാൻ നിന്നെ അന്വേഷിച്ചിരുന്നു, പക്ഷെ കണ്ടില്ല. ഓ അതെയോ. എന്റെ പ്രസംഗം കേട്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഏയ്, മനസ്സിലുള്ളത് ഞാനങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. മോഹനേട്ടൻ വന്നു, ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. ശരി. മോഹനേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെ രാവിലെ ആരൊക്കെയോ വിളിച്ച് വാലന്റൈൻസ് ഡേ ആശംസ പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? ഇതൊരു നാണം കെട്ട ഏർപ്പാടാണ്, കല്യാണം കഴിഞ്ഞവർ പിന്നെ ഇത്ര ഏർപ്പാടുകൾക്കൊന്നും പോകാൻ പാടില്ല എന്നല്ലേ? മോഹനേട്ടൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ എത്ര കോളാ മോഹനേട്ടൻ വന്നേന്നറിയാമോ? വിളിച്ച എല്ലാ പെണ്ണുങ്ങളും. ഏതൊരു ശ്രീദേവി ആദ്യം വിളിച്ചു, പിന്നെ ഒരു ആലീസ്. എല്ലാവരും വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് വിളിച്ചതാ. എന്താണ് മറുപടി ഒന്നും പറയാത്തത്? ഇതെന്താ? പ്രണയദിനാശംസകൾ. അതൊക്കെ വൃത്തികേടാണെന്നല്ലേ മോഹനേട്ടൻ രാവിലെ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞവർ വേറെ ആളുകളെ പ്രണയിക്കുന്നത് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താവിനെ പ്രണയിക്കുന്നതിൽ എന്താ കുഴപ്പം? നിന്റെ പ്രസംഗം ഞാൻ കേട്ടു. മോഹനേട്ടൻ കേട്ടോ? എങ്ങനെ? അതൊക്കെ ഞാൻ കേട്ടു. നീ പറഞ്ഞ ഓരോ വാക്കും എനിക്കിപ്പോ കാണാപ്പാടാ. പറയണോ? കല്യാണം കഴിഞ്ഞിട്ടും പ്രണയിക്കാൻ നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. പറഞ്ഞവരവാ അതുപോലുള്ള പ്രണയം എനിക്കും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? രാവിലെ ആ ശ്രീദേവി എന്നും ആലീസും എന്നൊക്കെ പറഞ്ഞു വിളിച്ചില്ലേ, അത് ആരെങ്കിലും ശബ്ദം മാറ്റി സംസാരിച്ചാണോ അതോ വാടകയ്ക്ക് ആളെ വിളിച്ച് ഫോൺ ചെയ്യിപ്പിച്ചതാണോ? ആരുടെയായിരുന്നു ബുദ്ധി? എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അതാണ്. എന്റെ പ്രണയദിനാശംസകൾ. താങ്ക് യു. പ്രണയത്തെ പറ്റി വില്ലേജ് ഓഫീസർക്ക് വേണ്ടത്ര വിവരമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും സത്യഭാമയുടെ മനസ്സിലെ മലവെള്ളം പോലുള്ള പ്രേമം കണ്ടില്ലെന്ന് നടിക്കാനും ഇനി ഓഫീസർക്ക് പറ്റില്ല. പ്രണയദിനാശംസകൾ നേർന്ന് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.